മുന്നോട്ട് പോയാൽ മതി, അത്രേ ഉള്ളൂ. ചമ്പ്രവട്ടം ആലത്തൂരത്തിൽ തന്നെ കയറ്റാൻ പറ്റാതെ പോകും. സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേർക്ക് അത് ആശ്വാസമായിരിക്കും. ഗവൺമെന്റിന് അത് എന്നും കൊണ്ടുപോകാൻ സാധിക്കട്ടെ. കുറെ കൊല്ലങ്ങളായിട്ട് അവിടെ ട്രെയിനിൽ അപ്പൊ ഇങ്ങനെ ആലോചിക്കും കേരളത്തിൽ വന്നിരുന്നെങ്കിൽ നല്ലായിരുന്നു. ലേറ്റ് ആയി അങ്ങനെ ഒരു നിയമം വെച്ചതിലും വെച്ച ആൾക്കും. നമ്മുടെ KSRTC സൗജന്യ യാത്ര ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. സ്ത്രീകൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. എല്ലാവർക്കും സൗജന്യ യാത്ര നമ്മുടെ UDF സർക്കാർ ഫ്രീ ആയിട്ട് നൽകിയിരിക്കുകയാണ്. അവരുടെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. അത് ഇന്നു മുതൽ പാലിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ബസ്സിൽ ഒരുപാട് ചേച്ചിമാരും ഒക്കെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, ആദ്യത്തെ യാത്രയാണല്ലേ സൗജന്യ യാത്ര? അതെ അതെ. എന്ത് തോന്നുന്നു? വളരെ അഭിമാനം തോന്നുന്നു. ചേച്ചി എവിടേക്കാ? ഞാന് തിരൂര്, ആലത്തൂരിലേക്ക്. എവിടേക്കാ പോകുന്നത്? തിരൂര്. എന്ത് തോന്നുന്നു? ആദ്യമായിട്ടാവില്ല ഇങ്ങനെ KSRTC ഫസ്റ്റ് ആയിട്ട് അങ്ങനെ പൈസ ഒന്നും കൊടുക്കാതെ പോകുന്നേ? അഭിമാനം തോന്നുന്നുണ്ട്. അതെ, നന്ദി, സർക്കാരിനോട് നന്ദിയാണ്. പക്ഷെ ഫ്രീ യാത്ര ഫസ്റ്റ് ആണ്. മുന്നോട്ട് പോയാ മതി, അത്രേ ഉള്ളൂ. അത്രേ പറയാനുണ്ട്. കുഴപ്പമൊന്നുമില്ല. തിരൂരാണ് ജോലി, അവിടെയാണ്. എന്നും പോവാറുണ്ട്. KSRTC തന്നെയാണ് പോക്ക്. പക്ഷെ ഇന്ന് ഫ്രീ ആയിട്ടുള്ള യാത്രയിൽ ഇന്നാക്കി ഞങ്ങള് പോണ പോലെ പോണല്ലോ, ഇന്ന് യാത്ര ചെയ്യണല്ലോ. പോയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ എന്തായാലും നിർത്തൂല. എന്തായാലും മുന്നോട്ട് കൊണ്ടുപോയാൽ മതി, അത്രേ ഉള്ളൂ. ഒരുപാട് പേര് ഒരുപാട് രാവിലെ മുതൽക്കേ തന്നെ KSRTC നല്ല തിരക്കാന്നാ പറയുന്നത്. എവിടേക്കാ പോകുന്നത്? തിരൂര്. ഈ സൗജന്യ യാത്രയാക്കിയിട്ട് ആദ്യത്തെ യാത്രയാണോ? അതെ അതെ. എന്ത് തോന്നുന്നു? ഹാപ്പിയാണ്. എന്ത് തോന്നുന്നു? ഫസ്റ്റ് യാത്രയായിരിക്കും. ഹസ്ബൻഡ് ആയിരിക്കും. എന്ത് തോന്നുന്നത്? ഇങ്ങനെ ആദ്യമായിട്ടാവും വൈഫിനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് യാത്ര കൊണ്ടുപോകുന്നത്? സന്തോഷമുണ്ട്. നമ്മുടെ ഗവൺമെന്റിന് അത് എന്നും കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് സപ്പോർട്ട് ചെയ്യും ഞങ്ങളെല്ലാം. സന്തോഷമുണ്ട്. ഞാൻ തമിഴ്നാട്ടിൽ പഠിക്കുന്ന ടൈമിൽ അവിടെ ഒക്കെ ഫ്രീ ആയിരുന്നു. കുറെ കൊല്ലങ്ങളായിട്ട് അവിടെ ഫ്രീ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആലോചിക്കും കേരളത്തിൽ വന്നിരുന്നെങ്കിൽ നല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. നല്ലത്, മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. എല്ലാരും പറഞ്ഞ പോലെ തന്നെ എല്ലാരും വളരെയധികം ഹാപ്പിയാണ്, സന്തോഷാണ്. എങ്ങനെയുണ്ട്? രാവിലെ മുതൽക്ക് നല്ല തിരക്കുണ്ടാവും. ലേറ്റ് ആയി? അത് ശരി, നല്ല തിരക്കാ. എന്ത് തോന്നുന്നു? ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഈ സൗജന്യ യാത്രയുടെ. തിരക്കാണോ? സ്ഥിരമായിട്ട് കയറാത്ത ഒരുപാട് നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കാണ്. ഇപ്പോ തിരൂരിൽ വരുന്ന വണ്ടിയാണ്. ചമ്പ്രവട്ടം ആലത്തൂരത്തിൽ തന്നെ കയറ്റാൻ പറ്റാതെ പോകും. അത്രയും തിരക്കായി. അത് ശരി. അപ്പൊ എല്ലാവരും ഇപ്പൊ KSRTC ആശ്രയിക്കാൻ ഇതുവരെ കയറാത്തവരൊക്കെ ഇപ്പൊ കേരളം യാത്ര ചെയ്യാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ ഒരു പദ്ധതിയെ കുറിച്ച് എന്ത് തോന്നുന്നു സർക്കാരിന്റെ? സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേർക്ക് അത് ആശ്വാസമായിരിക്കും. സന്തോഷമുണ്ട്. ഇതാത്ത പിടിക്കാൻ പോകുന്നത്? ഞാൻ ചാവക്കാട്. അപ്പൊ UDF സർക്കാരിന്റെ ഈ ഒരു പദ്ധതി വളരെയധികം നന്നായി തോന്നുന്നുണ്ടല്ലേ? സന്തോഷം. എല്ലാവർക്കും അങ്ങനെ ഒരു നിയമം വെച്ചതിലും വെച്ച ആൾക്കും. UDF സർക്കാരിന്റെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നായ സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര ജൂൺ 15 ഇന്നു മുതൽ ഇവിടെ പ്രാവർത്തികമായിരിക്കുകയാണ്. നല്ല സ്വീകാര്യതയാണ് എല്ലായിടത്തും ലഭിക്കുന്നത്. രാവിലെ മുതൽക്കേ തന്നെ KSRTC അത്രയധികം സ്ത്രീ യാത്രക്കാരാണ് ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങള്. അപ്പോ എന്ത് തന്നെയായാലും UDF സർക്കാരിന്റെ ഈ ഒരു വാഗ്ദാനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള നാളുകളിലും ഇത് തുടരട്ടെ എന്നാണ് ഈ ഓഫർ അല്ലെങ്കിൽ ഈ ഒരു വാഗ്ദാനം നിലനിൽക്കട്ടെ എന്നാണ് സ്ത്രീകൾ ഒന്നടങ്കം പറയുന്നത്. ക്യാമറ പേഴ്സൺ ഗിരീഷ് ലാലിനൊപ്പം ആതിര ശിവദാസ്, NC ന്യൂസ്.